ടീച്ചർ, ഒറ്റ ചോദ്യം, ഇതാർക്ക് വേണ്ടിയാണ് ഈ ദേവസ്വം ബോർഡുകൾ? ക്ഷേത്രം ഭരിക്കേണ്ടത് ഇവരാണോ? ആർക്കു വേണ്ടിയാണ് ദേവസ്വം ബോർഡുകൾ എന്നുള്ളത്, ദേവസ്വം എന്നുള്ളത് നമുക്ക് വാക്കെന്ന് മനസ്സിലാവുന്നുണ്ട്, അത് എല്ലാം ദേവന്റെയാണ്. പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു കൂത്തരങ്ങായി അത് മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്ക്, രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്ക് വീതം വെക്കാനുള്ള വെറും ഒരു ബോർഡ് മാത്രമാണത്. വിവിധ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയൊക്കെ ഒരു പാർട്ടി അധികാരത്തിൽ കയറിയാൽ അവരുടെ MLA അല്ലെങ്കിൽ MP സ്ഥാനങ്ങൾ കിട്ടാത്തവർക്ക് വേണ്ടി ബോർഡുകളും കോർപ്പറേഷൻ സ്ഥാനങ്ങളും ഒക്കെ അവർ വീതം വെക്കാറുണ്ട്. അത്തരത്തിൽ വീതം വെച്ച് കളിക്കാനുള്ള ഒന്ന് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഒരു കേസിൽ സജീവ രാഷ്ട്രീയക്കാർ ദേവസ്വത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി ബോർഡിൽ വരരുത് എന്ന് കോടതി വിധിയുണ്ടായി. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു പക്ഷേ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയടക്കം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര നിസ്സാരമായാണ് രാഷ്ട്രീയം മാറി വരുന്നവർക്ക്, കാലുമാറ്റക്കാർക്ക് വേണ്ടി അത് സംവരണം ചെയ്ത് വെക്കുന്നത്. അപ്പോൾ തങ്ങളുടെ കൂടെ വന്നാൽ തങ്ങൾക്ക് വീതം വെക്കാനുള്ള വെറും ഒരു സ്ഥാനം മാത്രമാണ് അത് എന്ന് കാണുന്നു. അപ്പോൾ അത്തരം ആ ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റത്തിന്റെ ബാക്കി അതിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ സാക്ഷാൽ ഭക്തരാണ്. അത് ഇടത്താവളങ്ങളിലാവട്ടെ, അത് തീർത്ഥാടന പാതയിലാകട്ടെ, അത് തീർത്ഥാടനത്തിന്റെ അങ്ങേയറ്റം ശബരീശനെ കണ്ട് വണങ്ങി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ ഘട്ടത്തിലും അയ്യപ്പനെ പരിഗണിക്കാതെ അവൻ കൊണ്ടുവരുന്ന പണത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു മകരവിളക്ക് കഴിഞ്ഞാൽ വേണ്ടത്ര അവസരം കിട്ടുന്നുണ്ട് അടുത്ത ഒരുക്കത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കൽ പോലും ആത്മാർത്ഥമായ ഒരു ഒരുക്കവും ഒരു അവലോകനവും അവിടെ നടക്കുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊരു വിവാഹമോ അതുപോലുള്ളൊരു ചടങ്ങോ നടത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മുന്നൊരുക്കം നടത്തും? കാരണം അത് നമ്മുടെയാണ്, അത് ഭംഗിയാകണം, അവിടെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അവരൊരു കുറ്റവും പറയാതെ തിരിച്ചു പോകണം. അത് കാരണം അത് നമ്മുടെയാണ്. ആ നമ്മുടെ എന്നൊരു കാഴ്ചപ്പാട് ദേവസ്വം ബോർഡിന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വരട്ടെ, വന്നവർ പോകട്ടെ, ഈ വരുന്ന പണത്തിനപ്പുറം മറ്റൊരു ശ്രദ്ധയുമില്ല. ഇപ്പം നമുക്കറിയാം, ഈ ഏറ്റവും പ്രധാനമായിട്ട് ശുചിമുറികൾ അടക്കം, അത് എരുമേലിയിലാകട്ടെ, നിലയ്ക്കലാകട്ടെ, അത് സന്നിധാനത്താകട്ടെ, പമ്പയിലാകട്ടെ, അതെങ്കിലും മര്യാദയ്ക്ക് അവർക്ക് വേണ്ടത്ര ആവശ്യത്തിനുള്ളതുണ്ടോ, അത് ഭംഗിയായി നടത്തപ്പെടുന്നുണ്ടോ, ഇത്തരം ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടോ? അത് കരാറെടുക്കുന്നവർ എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് ദേവസ്വം ബോർഡിന് എടുക്കുന്ന കരാറിൻ്റെ പണം അവർക്ക് കിട്ടിയാൽ മതി. അതിനപ്പുറത്ത് അയ്യപ്പ ഭക്തർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന യാതൊരു ശ്രദ്ധയുമില്ല. അപ്പോൾ പമ്പയിലൊക്കെ നമ്മൾ കണ്ടു, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്രയും സമയം കിട്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തത്? പ്രളയകാലത്ത് വന്നടിഞ്ഞ മണ്ണോ മണൽ പോലും നീക്കം ചെയ്യാതെ, വേണ്ടത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ സമയം കിട്ടിയിട്ടും നടത്താതെ അയ്യപ്പ ഭക്തർ വരുമ്പോൾ അവരോടൊപ്പം പണിയെടുക്കുന്ന ഒരു സാഹചര്യം. എരുമേലിയിലാണ് നമ്മൾ കണ്ടു, തീർത്ഥാടകർക്ക് വേണ്ടുന്ന മിനിമം സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്നു, എന്നാൽ കച്ചവടക്കാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. അവിടെ എരുമേലി ജമാഅത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ട് ജില്ലാ ഭരണകൂടം അടക്കം വില നിലവാരം ഏകീകരിച്ചു കൊടുത്തപ്പോൾ അവിടെ വഞ്ചിക്കപ്പെട്ടത് അയ്യപ്പ ഭക്തരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്തരം സാധനങ്ങൾ പേട്ട കെട്ടുന്നതിനാവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കുന്നവർ, നമ്മളെപ്പോഴും പറയുന്നത് തൊഴിലാളി വർഗ സർക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത്, തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു. പക്ഷേ ഈ തരം സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നവർക്ക് നാമമാത്രമായ പൈസ മാത്രം കിട്ടുകയും, എന്നാൽ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന അതിൽ അവരുടെ കച്ചവടക്കാർക്ക് വേണ്ടി അന്യായമായ കൊള്ളവില തീർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഇരയായി അയ്യപ്പ ഭക്തർ മാറുന്നു. അപ്പോൾ ഈ അയ്യപ്പ ഭക്തരെ വെറും ഒരു ചൂഷണ ഉപാധി മാത്രമായി കാണാൻ കാരണം അവർക്ക് ഇതിനോടൊരു മമതയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡും വഖഫ് ബോർഡും പലരും സമീകരിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിക സ്ഥാപനങ്ങളും ഭരിക്കുന്നുണ്ടല്ലോ, വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രമല്ലല്ലോ ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും ചർച്ചകളിൽ മേനി നടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യമുണ്ട്. അവിടെ നമ്മൾ വഖഫ് ബോർഡും ദേവസ്വം ബോർഡും നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. വഖഫ് ബോർഡ് എത്രയൊക്കെ ഭൂമി അവർക്ക് കയ്യേറാൻ സാധിക്കുമോ അതിലേക്കൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് ഏത് സാധാരണക്കാരെ ഇറങ്ങിപ്പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് അന്യായമായ അവകാശവാദങ്ങളുമായി വരുന്നു. അവിടെ ഒരു പക്ഷേ സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, കാരണം ചെയ്തു കഴിഞ്ഞാൽ വോട്ട് പോകുമോ എന്നവർ ഭയക്കുന്നു. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ സ്ഥിതിയോ, ക്ഷേത്ര സ്വത്തുക്കൾ എത്ര അന്യാധീനപ്പെട്ടാൽ അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവരും അന്യാധീനപ്പെടുത്താൻ തയ്യാറാണ്. എന്തു വേണേൽ തൂക്കി വിൽക്കും, ഇളക്കിയേ കിട്ടുമെങ്കിൽ. അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നതുകൊണ്ടാകാം വിഗ്രഹങ്ങൾ ഇളക്കി വിൽക്കാൻ സാധിക്കാത്തത്, അതുമല്ലെങ്കിൽ ഭക്തരുടെ ഒരു ശ്രദ്ധ കൊണ്ട്. ഇനി വിഗ്രഹം ഇളക്കി വിറ്റാൽ പണം കിട്ടുമെങ്കിൽ, ലേലം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ലേലം ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ ദേവസ്വത്തിന് 1 രൂപയുടെയെങ്കിലും വരുമാനം അധികം ഉണ്ടാക്കണമെന്നോ അത്
അയ്യപ്പ ഭക്തർക്ക് പരമാവധി അല്ലെങ്കിൽ മറ്റേ ക്ഷേത്രത്തിലെ ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കത്തക്ക വിധത്തിൽ അത് ഉപയോഗിക്കണമെന്നോ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഹിന്ദു ധർമ്മത്തിൻ്റെയും ഒക്കെ വളർച്ചയ്ക്കും പാലനത്തിനും പോഷണത്തിനും അത് ഉപയോഗിക്കണമെന്നോ എന്ന യാതൊരു കാഴ്ചപ്പാടും ദേവസ്വം ബോർഡിനില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചെയ്യാൻ പാടില്ലാത്തൊരു തലത്തിലേക്ക് വഖഫ് ബോർഡ് ചെയ്തിട്ട് പോലും ദേവസ്വം ബോർഡ് ഒന്നും പഠിക്കുന്നില്ല. ദേവസ്വം മന്ത്രിക്ക് ആരോടാണ് ഉത്തരവാദിത്വം? സ്വന്തം പാർട്ടിയോട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആരോടാണ് ഉത്തരവാദിത്വം? അയ്യപ്പ ഭക്തരോടല്ല, ഭഗവാനോടല്ല, ക്ഷേത്രങ്ങളോടല്ല. അവർക്കും ഉത്തരവാദിത്വം അത് ആരാണോ ഈ സ്ഥാനം തന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്കാരോട് മാത്രമാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയോ ഉത്തരവാദിത്വമോ ഉള്ളത്. ഇത് കാലങ്ങളായി തുടരുന്നു. പ്രശ്നമില്ലാത്ത ഒരു മണ്ഡലക്കാലമെങ്കിലും അയ്യപ്പ ഭക്തർ വളരെ സംതൃപ്തിയോടുകൂടി മടങ്ങിപ്പോകുന്ന സംതൃപ്തി അവർക്ക് അയ്യപ്പ ദർശനത്തിൽ കിട്ടുന്നുണ്ട്. ബാക്കി ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ കൊണ്ട് അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു തീർത്ഥാടന കാലമെങ്കിലും സ്വപ്നം കാണാൻ ഇവിടുത്തെ ഭക്തർക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കണമെങ്കിൽ ക്ഷേത്രം കൈകാര്യം ചെയ്യേണ്ടത് ക്ഷേത്ര ഭക്തരാണ്. അത് രാഷ്ട്രീയക്കാരല്ല കൈകാര്യം ചെയ്യേണ്ടത്, അത് ക്ഷേത്രം കൈകാര്യം ചെയ്യേണ്ടത് ഭക്തരാണ്. മടങ്ങിയെത്താം.